ഇന്നൊരു കുടുംബത്തിന് ജീവിക്കാൻ എത്ര രൂപ വേണ്ടി വരും? ഒരു 25,000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഒരു കുടുംബത്തിന് കഴിഞ്ഞുകൂടാൻ സാധിക്കുമോ? ഒരു മാസം 25,000 രൂപ ശമ്പളം അല്ലെങ്കിൽ 25,000 രൂപ വരുമാനമുള്ള ഒരാൾക്ക് ഒരു കുടുംബത്തിന് നന്നായി കഴിയാൻ കഴിയുന്നൊരു സാഹചര്യം കേരളത്തിലുണ്ടോ? നമുക്കൊന്ന് ചിന്തിച്ച് നോക്കിയാലോ. ഒരു വീട്ടിലെ ചിലവുകൾ തന്നെ എടുത്ത് നോക്കൂ. ഒരു മാസം അരി വാങ്ങുന്നത്, പഞ്ചസാര വാങ്ങുന്നത്, വീട്ടിലെ പലചരക്ക് സാധനങ്ങൾ, പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ, മത്സ്യം, മാംസം എന്ന് വേണ്ട സകല അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും, ഗ്യാസ്, ഇലക്ട്രിസിറ്റി, വെള്ളം, വീട് വാടകയ്ക്ക് എടുത്തവരാണ് ഈ വീട് വാടക കൊടുക്കേണ്ട കാര്യം, പെട്രോൾ എക്സ്പെൻസ്, കുട്ടികളുടെ വിദ്യാഭ്യാസം, ഇതെല്ലാം കഴിഞ്ഞ് ഒരു കുടുംബത്തിന് എന്തെങ്കിലും മിച്ചം വയ്ക്കാൻ കാണും? എന്തെങ്കിലും ബാങ്ക് സേവിങ്സ് ഉണ്ടാകുമോ? പലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം ഇന്ന് നിത്യോപയോഗ സാധനങ്ങളുടെ എല്ലാം വില കുതിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. പല കാര്യത്തിനും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം ചിലവുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വീട്ടിൽ ഒരു മാസം ഒരു 10 തവണ മീൻ വാങ്ങുന്നൊരു കുടുംബമാണെങ്കിൽ, 10 തവണ എന്ന് ഞാൻ ഉദാഹരണമായി പറഞ്ഞു, 1.5 ദിവസം അല്ലെങ്കിൽ 15 ദിവസം, മാസത്തിൽ 15 ദിവസം മീൻ വാങ്ങുന്ന ഒരാളാണെങ്കിൽ ഒരു കിലോ മീൻ വാങ്ങണമെങ്കിൽ ചുരുങ്ങിയത് ഒരു 200 രൂപയും മുകളിലെങ്കിലും ചിലവ് വരും. മാംസം വാങ്ങണേ, ചിക്കനോ ബീഫോ വാങ്ങണേ. ചിക്കനാണെങ്കിൽ ആഴ്ചയിൽ ഒന്നോ മറ്റോ, അല്ലെങ്കിൽ ബീഫാണെങ്കിൽ ആഴ്ചയിൽ ഒന്നോ മറ്റോ വാങ്ങുന്ന കുടുംബമാണെങ്കിൽ പോലും മാസത്തിൽ 4 പ്രാവശ്യം വാങ്ങുമ്പോഴേക്കും അതിനൊരു തുക വേണ്ടി വരും. ഇതുപോലെ തന്നെയാണ് പാല് വാങ്ങുന്നത്. 2 കവർ പാൽ, 1 ലിറ്റർ പാൽ ഒരു വീട്ടിലേക്ക് വേണമെങ്കിൽ മിനിമം 60 രൂപ കൊടുക്കണം. അതുപോലെ വീട്ടിൽ പത്രം വരുത്തുന്ന വീടാണെങ്കിൽ കേബിൾ കണക്ഷൻ, നെറ്റ് കണക്ഷൻ, ഇങ്ങനെ ഓരോ ഗ്യാസ് കണക്ഷൻ, ഇങ്ങനെ ഓരോന്നിനും നമ്മുടെ നിത്യോപയോഗ ചിലവുകൾ അനുദിനം എന്നോണം വർദ്ധിച്ചു വരികയാണ്. പലപ്പോഴും മിക്ക സ്ഥാപനങ്ങളിലും, പ്രൈവറ്റ് മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നവരുടെ ശമ്പളം വച്ച് നോക്കുമ്പോൾ പലപ്പോഴും നിത്യ ചെലവുകൾ അല്ലെങ്കിൽ വീട്ടിലെ നിത്യോപയോഗ ചെലവുകൾ പോലും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്നവരെയാണ് നമുക്ക് എപ്പോഴും കാണാൻ കഴിയുന്നത്. ഒരു സമ്പാദ്യം പോലും, സേവിങ്സ് പോലും ഉണ്ടാക്കി വയ്ക്കാൻ പലർക്കും കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. നിത്യോപയോഗ സാധനങ്ങളുടെ വില അതുപോലെ കുതിച്ചു കയറുന്നു. പലപ്പോഴും ഇവിടെ നമ്മുടെ രാഷ്ട്രീയക്കാരൊക്കെ പലപ്പോഴും പലതിനെക്കുറിച്ചും ചർച്ച ചെയ്യുമ്പോഴും ഈ സമൂഹത്തിൽ മനുഷ്യന്, സാധാരണക്കാരന് ജീവിക്കാൻ കഴിയാത്ത വിധം വിലക്കയറ്റം അനുദിനം എന്നോണം വർദ്ധിച്ചു വരുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഇവിടെ ഒരാൾക്ക് പോലും സമയമില്ല. ഒരു രാഷ്ട്രീയക്കാരനും അതിനെക്കുറിച്ച് യാതൊന്നും സംസാരിക്കുകയില്ല. കാരണം അതൊരു വിഷയമല്ല. ഇലക്ഷൻ വരുമ്പോൾ വോട്ട് വാങ്ങുക മാത്രമാണ് അവരുടെ എല്ലാം ലക്ഷ്യം. അതല്ലാണ്ട് സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ഒരു രാഷ്ട്രീയ നേതാവ് പോലും ഇല്ല എന്നുള്ളതാണ് വാസ്തവം.